ധർമ്മസ്ഥല വെളിപ്പെടുത്തലിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള കുഴിച്ചു പരിശോധന 4ാം ദിവസവും തുടരും. മനുഷ്യ ശരീരാവശിഷ്ടങ്ങൾ ഇതുവരെ കണ്ടെത്താനായില്ല. അതേസമയം പ്രത്യേക അന്വേഷണ സംഘത്തലവനെ മാറ്റാനും നീക്കമായിട്ടുണ്ട്. സിജു കണ്ണനാണ് വാർത്തയുടെ വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് കേരളത്തിൽ ചേരുന്നത്. സിജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സിജു, ഈ 1976 മുതലുള്ള കൊലപാതക പരമ്പരകളുടെ ഒരു കഥ ഇതിന് പിന്നിലുണ്ട്. അപ്പോൾ ഈ ആദ്യഘട്ടത്തിലുള്ള പരിശോധനകളിലൊന്നും ഈ മൃതദേഹമോ മറ്റ് അവശിഷ്ടങ്ങളോ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഇന്നും ഈ പരിശോധന തുടരും എന്നുള്ള വിവരങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഇന്നത്തെ പരിശോധനകളും മറ്റ് വിവരങ്ങളും? വർഷ, പ്രത്യേക അന്വേഷണ സംഘം ധർമ്മസ്ഥല വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന DGP പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം 4ാം ദിവസവും തെരച്ചിൽ തുടരും. ഇന്നും കുഴിച്ചുള്ള പരിശോധനയ്ക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. നേരത്തെ സാക്ഷി കാണിച്ച് നൽകിയ നേത്രാവതി സ്നാനഘട്ടിനടുത്തുള്ള സ്ഥലങ്ങളിലാണ് കുഴിച്ച് പരിശോധന നടത്തുന്നത്. തിങ്കളാഴ്ച മുഖ്യസാക്ഷിയുമായി അന്വേഷണ സംഘം എത്തി 15 ഇടങ്ങൾ അടയാളപ്പെടുത്തിയിരുന്നു. 1995-നും 2014-നും ഇടയിൽ 20 വർഷത്തിനിടയിൽ നിരവധി സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലങ്ങളായിരുന്നു സാക്ഷി കാണിച്ചു നൽകിയത്. ഈ ഭാഗത്ത് പ്രത്യേകം അടയാളപ്പെടുത്തി ആളുകൾ പ്രവേശിക്കുന്നത് തടയാൻ കാവൽ കൂടി ഏർപ്പെടുത്തിയിരുന്നു. ആ ഭാഗത്ത് പരിശോധന ആരംഭിച്ചത് ചൊവ്വാഴ്ച ആദ്യ പോയിന്റ് മുതൽ, നേത്രാവതി സ്നാനഘട്ടിൽ ആദ്യ പോയിന്റ് മുതലാണ് പരിശോധന ആരംഭിച്ചത്. ഇതുവരെ 5 ഇടങ്ങളിലാണ് കുഴിച്ചു പരിശോധന നടത്തിയത്. ഈ 5 ഇടങ്ങളും നേത്രാവതി സ്നാനഘട്ടിന് തൊട്ട് അടുത്താണ്. വളരെ സൂക്ഷ്മമായ പരിശോധനയാണ് നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ ആളുകളെ ഉപയോഗിച്ച് കുഴിച്ചു പരിശോധനയ്ക്ക് ശ്രമം നടത്തിയിരുന്നു. പക്ഷേ മഴയും അതോടൊപ്പം തന്നെ ഈ മറ്റ് ബുദ്ധിമുട്ടുകളും കാരണം അങ്ങനെ മണ്ണ് നീക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. മണ്ണ് നീക്കുമ്പോൾ ആ കുഴിയിലേക്ക് വെള്ളം നിറയുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് ചെറിയ മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടു കൂടിയാണ് മനുഷ്യ മൃതദേഹത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ആ തരത്തിലുള്ള എന്തെങ്കിലും സാന്നിധ്യം ഉണ്ടോ എന്നുള്ള സാങ്കേതിക പരിശോധന ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലെങ്ങനെയാണ് ഈ മൃതദേഹങ്ങൾ ഉണ്ട് എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് എത്തിയിരുന്നു? അതിനുശേഷമാണ് ഈ കുഴിച്ചു പരിശോധനയിലേക്കൊക്കെ എത്തിയത്. വർഷ, ആദ്യഘട്ടത്തിൽ അത്തരം സാങ്കേതിക പരിശോധന നടത്താൻ തീരുമാനമെടുത്തിരുന്നു. ഗ്രൗണ്ട് പെനട്രേറ്റ് റഡാർ സംവിധാനം ഉൾപ്പെടെ മനുഷ്യ ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയുന്ന സംവിധാനങ്ങൾ ഉപയോഗിക്കാമെന്ന് തീരുമാനമെടുത്തിരുന്നെങ്കിലും പിന്നീട് അത് മാറ്റിക്കൊണ്ട് നേരിട്ട് കുഴിയെടുത്ത പരിശോധനയിലേക്ക് അന്വേഷണ സംഘം കടക്കുകയായിരുന്നു. ഇപ്പോൾ കുഴിച്ചുകൊണ്ടുള്ള പരിശോധന 3 ദിവസമാണ് എത്തി നിൽക്കുന്നത്. നേത്രാവതി സ്നാനഘട്ടിനടുത്ത് ഞാൻ സൂചിപ്പിച്ചു, ആദ്യ ദിവസം 10 തൊഴിലാളികളെ ഉപയോഗിച്ച് കുഴിച്ചു പരിശോധനയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് ചെറിയ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ആ ഭാഗത്ത് മണ്ണ് നീക്കിയുള്ള പരിശോധനയാണ് നടത്തുന്നത്. 5 അടി വരെ ആഴത്തിലേക്ക് മണ്ണ് കുഴിച്ച് മാറ്റി പരിശോധന നടത്തുകയാണ്. വളരെ സൂക്ഷ്മമായ പരിശോധനയാണ് നടത്തുന്നത്. ഫോറൻസിക് വിദഗ്ധരുടെ സംഘമുണ്ട്. അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യസാക്ഷി മുഴുവൻ സമയവും ഈ പരിശോധനാ സ്ഥലത്തുണ്ട്. അതോടൊപ്പം ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. 15 കേന്ദ്രങ്ങളാണ് മുഖ്യസാക്ഷി കാണിച്ചു നൽകിയത്. ഇതിൽ നേത്രാവതി സ്നാനഘട്ടിനടുത്ത് 8 പോയിന്റുകളാണുള്ളത് അടയാളപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ സംസ്ഥാന പാതയോട് ചേർന്നുകൊണ്ട് 4 കേന്ദ്രങ്ങളുണ്ട്. അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് ആജുകുരിക്കടുത്ത് റോഡരികിലും മറ്റൊരു പോയിന്റ്. പിന്നീട് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ സാക്ഷി പറഞ്ഞ കല്ലേരി വനമേഖലയാണ്. അവിടെയാണ് മൃതദേഹങ്ങൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് വലിയ കുഴിയെടുത്ത് നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് പറയുന്ന കല്ലേരി വനമേഖല. ആ ഭാഗത്തേക്ക് അന്വേഷണ സംഘം കടന്നിട്ടില്ല. ഏതായാലും പരിശോധന തുടരുകയാണ്. ഇതുവരെ മനുഷ്യ ശരീരാവശിഷ്ടങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന വിവരമാണുള്ളത്. വലിയ സുരക്ഷയൊരുക്കി മാധ്യമങ്ങൾക്കടക്കം പ്രവേശനത്തിന് വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഭാഗത്ത് പരിശോധന തുടരുന്നത്. അതേസമയം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം, അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന DGP പ്രണബ് മൊഹന്തിയെ കേന്ദ്ര സർവീസിലേക്ക് തിരിച്ചയക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത്. നമുക്കറിയാം, ഈ വിവാദ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ പോലീസും സർക്കാരും വലിയ നിഷ്ക്രിയത്വമാണ് കാണിച്ചത്. ജൂലൈ 3-ാം തീയതി ഇങ്ങനെ ഒരു വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടും അന്വേഷണ സംഘം പ്രഖ്യാപിക്കുന്നതിന് 16 ദിവസങ്ങൾ എടുത്തു.
അതിനുശേഷം അന്വേഷണ സംഘം പ്രഖ്യാപിച്ചു. DGPയെ മേധാവിയാക്കിക്കൊണ്ടുള്ള ഒരു അന്വേഷണ സംഘമാണ് പ്രഖ്യാപിച്ചത്. ഇപ്പോൾ അന്വേഷണം തുടങ്ങി ദിവസങ്ങൾ പിന്നിടുമ്പോൾ, ഒരാഴ്ച പിന്നിടുമ്പോൾ അന്വേഷണ സംഘം മേധാവിയെ തന്നെ മാറ്റാനുള്ള നീക്കം നടക്കുന്നു. കേന്ദ്ര സർക്കാരിലെ DGP തസ്തികയിലേക്ക് പ്രണവ് മൊഹന്തി പാനൽ ചെയ്തിട്ടുണ്ടെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി പരമേശ്വരയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട്. കാരണം കേന്ദ്ര സർക്കാരിലും സംസ്ഥാന സർക്കാരിലും ഭരണ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ നേതൃത്വത്തിലെ ഉന്നതരുമായി വലിയ ബന്ധമുള്ള ആളുകളാണ് ആരോപണ വിധേയർ. അതുകൊണ്ട് തന്നെ അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കമാണ് എന്ന തരത്തിലുള്ള ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. കേന്ദ്ര സർവീസിൽ പോയാലും പ്രണബ് മുഖർജിക്ക് ഈ അന്വേഷണ സംഘത്തിൻ്റെ മേധാവിയായി ഇരിക്കാൻ കഴിയുമോ എന്ന കാര്യം പരിശോധിക്കുന്നു എന്നാണ് ആഭ്യന്തരമന്ത്രി പരമേശ്വര പറഞ്ഞിരിക്കുന്നത്. അത് സാധ്യമാകാൻ വഴിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരാഴ്ചക്കകം തന്നെ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന മേധാവി തന്നെ മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഇതേ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ നിയമിക്കുമെന്നാണ് കർണാടക സർക്കാർ നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇത് കണ്ടറിയേണ്ടതുണ്ട്. ഇതിൽ ഏത് തീരുമാനമെടുക്കുമെന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആശങ്കയുയരുന്ന ഒരു വിവരമാണ് ഈ പുറത്തു വരുന്നത്. വർഷ.